ജനതയ്ക്ക് വേണ്ടുന്നത് നല്ല വികസനങ്ങളുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളായൊക്കെ മനസ്സിൽ. പക്ഷേ ഈ 10 കൊല്ലം കൊണ്ട് നമ്മുടെ MLA ആയാലും MP ആയിട്ട് ഉള്ള പ്രേമചന്ദ്രജി ആയാലും നമ്മളെപ്പോലുള്ള നിരപരാധികൾക്കൊന്നും ഒരു ഗുണവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കുഴൽക്കിണറുണ്ട്. ഇപ്പം നേരത്തെയൊക്കെ ഈ കുഴൽക്കിണറിൽ നിന്നാണ് നമുക്കെല്ലാം വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് വെള്ളമില്ലാതായിട്ട് മാസങ്ങളായി. എല്ലാ കുടുംബത്തും വെള്ളത്തിന് വേണ്ടി ഇപ്പോൾ കോർപ്പറേഷനെ ആശ്രയിച്ച് ചില ദിവസങ്ങളിൽ കോർപ്പറേഷനിൽ നിന്ന് വെള്ളം കൊണ്ടുവരാറുണ്ട്. ആ വെള്ളം ഉപയോഗിക്കാനെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ആ വെള്ളം ഭയങ്കര വാടയാണ്. ആ വാടയിൽ നിന്നാണ് നമ്മളെല്ലാം ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വില കൊടുത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മളെ നോക്കുന്നത്, നമ്മളെ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന ആ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് നമ്മളെല്ലാവരോടും പറയുന്നത്. നരേന്ദ്രമോദി വന്ന് 10 കൊല്ലമായി സാധാരണക്കാർക്ക് 6000 രൂപ ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കുടുംബം ഇന്ന് പട്ടിണിയില്ലാതെ കഴിയുന്നുണ്ട്. 25 കിലോ അരി, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 കിലോ അരി വെച്ച് 25 കിലോ അരി കിട്ടുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടി ജനിച്ചാൽ ഒരു കുട്ടി ജനിക്കുമ്പം 5000 രൂപ ആ കുടുംബത്തിന് കിട്ടുന്നു പ്രസവ ശുശ്രൂഷ എന്നുള്ള നില. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു MP ഇവിടുന്ന് വിട്ട് അതിൻ്റെ തിണ്ണയിലിരുത്തണോ? ഒരു മന്ത്രിയായി നമ്മളയക്കുന്ന ആൾ അകത്ത് കയറി നമ്മുടെ അവകാശങ്ങൾ അല്ലെ നമുക്ക് വേണ്ടി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ നമുക്ക് വേണ്ടത്. ഞങ്ങൾ ഹോട്ടൽ തൊഴിലാളികൾ, അപ്പോൾ ഞങ്ങൾ CNG വണ്ടി ഓടുന്നവരാണ്. ഞങ്ങൾക്ക് കുറേ പമ്പുകൾ കൊല്ലത്ത് തന്നെ ചിന്നക്കട, ജാമക്കട, അല്ലെങ്കിൽ നമ്മുടെ മുളങ്കാട് ആ ഭാഗത്തൊക്കെ ഈ പമ്പുകൾ വന്നാൽ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട്. ആരായാലും നല്ലവർ വരട്ടെ, നല്ലത് ചെയ്യട്ടെ, നല്ല കാര്യങ്ങളൊക്കെ വരട്ടെ. നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ തോപ്പിൽക്കടവ് പാലം പകുതിക്ക് കൊണ്ട് കായലിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇനിയുള്ള നമ്മുടെ സ്ഥാനാർത്ഥി ആരാന്ന് വെച്ചാൽ വിജയിക്കുന്നവർ അതിനൊരു പരിഹാരം കാണണം. പിന്നെ കൊല്ലം ടൗണിൽ ചിന്നക്കട റൗണ്ടിൻ്റെ അവിടെ വരുമ്പോൾ ഭയങ്കര യാത്രാക്ലേശങ്ങളാണ്. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും നാടിൻ്റെ വികസനം തന്നെയാണ് മുഖ്യം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റുകൾ, കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ മാറി മാറി വന്നാൽ പോലും കേരളത്തിന് അതിൻ്റേതായ വികസനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇനി തിരഞ്ഞെടുപ്പിൽ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും വികസന പ്രവർത്തനം തന്നെയാണ് മുൻതൂക്കം വരേണ്ടത്.